സർക്കാരിനെതിരെ വിമർശനവുമായി CPI പ്രവർത്തന റിപ്പോർട്ട്. തൊഴിലാളി വിഭാഗത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന് വിമർശനം. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ താൽപര്യത്തിന് കൂടുതൽ ഊന്നൽ നൽകി വേണം വികസന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനെന്നും നിർദ്ദേശമുണ്ട്. കർഷകരെ കടക്കണിയിൽ നിന്ന് സംരക്ഷിച്ചിരുന്ന കടാശ്വാസ കമ്മീഷൻ സ്തംഭനത്തിലാണെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രശംസയാണ്. 2.25 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തത് ചരിത്ര നേട്ടമെന്നാണ് വിലയിരുത്തൽ. പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളില്ല, എന്നാൽ പല കാര്യങ്ങളിലും CPIയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വിമർശിക്കുക തന്നെയാണെന്ന് നമ്മൾ പറയണം. എന്തൊക്കെയാണ് പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വിവിധ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെയുള്ള വിമർശനങ്ങൾ പേരിന് മാത്രമാണ്. പകരം കയ്യടികളാണ് ആ റിപ്പോർട്ടിൽ ഭൂരിഭാഗം സ്ഥലത്തും. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസിനെതിരെ വിമർശനങ്ങളുടെ കൂരമ്പുകളാണ് ഉയരുന്നത്. ഈ സമയത്ത് പോലീസിന് CPIയുടെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ നിറയെ കയ്യടികളാണ്. ആഭ്യന്തരം എന്ന് പറയുന്ന സെക്ഷനിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് പ്രകടനം, ഏറ്റവും മികച്ച പോലീസ് കേരളത്തിലാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം കോടതിയിലെത്തുന്ന കേസുകളിലെ പ്രതികൾക്ക് മികച്ച രീതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് സംസ്ഥാന പോലീസ് നടത്തുന്നത് എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പാർട്ടി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ADGPയും പൂരം കലക്കലും മറ്റൊരു ഭാഗത്തിലുണ്ട് എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കയ്യിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പോലീസിന് നിറയെ കയ്യടികളുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടാണ് ബിനോയ് വിശ്വം അവതരിപ്പിച്ചത്. ഇതിൽ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നു. അതിൽ കള്ളുചെത്ത് വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം മറ്റ് മദ്യങ്ങൾക്കുള്ള പ്രാധാന്യം ആണ് കൊടുക്കുന്നത് എന്ന കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. CPIയുടെ 2 മന്ത്രിമാർക്കുള്ള പ്രശംസ ഈ റിപ്പോർട്ടിലുണ്ട്. ഒന്ന് റവന്യൂ മന്ത്രി K രാജനാണ്. K രാജൻ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ബിനോയ് വിശ്വം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം ഭാരതാംബ വിവാദത്തിൽ P പ്രസാദ് എടുത്ത നിലപാടിനെയും CPIയുടെ പ്രവർത്തന റിപ്പോർട്ട് പൂർണ്ണമായും കൈയടിക്കുന്നുണ്ട്. അപ്പോഴെടുത്ത ആ നിലപാട് സർക്കാരിന് ഗവർണർക്കെതിരായ നീക്കങ്ങൾ നടത്താൻ, ഗവർണറുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പൊളിച്ചു കളയാൻ കാരണമായി എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ഊന്നൽ നൽകണം എന്നൊരു ഉപദേശ രൂപേണയുള്ള ഒരു വിമർശനവും ഈ റിപ്പോർട്ടിൽ കാണാം. സർക്കാരിന്റെ മദ്യനയത്തിലാണ് ചെറിയ തോതിലെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറയുമ്പോൾ നേരത്തെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരു തിരുത്തൽ രാഷ്ട്രീയം നടത്തണം CPIM പോലല്ല CPI എന്നായിരുന്നു റിപ്പോർട്ടിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുത്തൽ ശക്തിയായി മുന്നണിയിലും ക്യാബിനറ്റിലും CPI നിൽക്കണമെന്ന് റിപ്പോർട്ടിന്റെ മറുഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്തെത്തുമ്പോൾ ഏതാണ്ട് സർക്കാരിനെയും മന്ത്രിമാരെയും പ്രത്യേകിച്ച് പോലീസിനെയും വെള്ളപൂശുന്ന തരത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിനിത. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.